ഇന്ന് ഞാനും എൻ്റെ ഫ്രണ്ട് സാമും ഓൾഡ് കോച്ച് റോഡ് എന്ന് പറഞ്ഞ ട്രാക്ക് സൈക്കിൾ ചവിട്ടാൻ പോകുന്നത്. നല്ല അടിപൊളി സീനറി കാണാൻ സ്റ്റേ ട്യൂൺഡ്. എൻ്റെ ഈ കാരവാൻ്റെ അകത്താണ് ഞങ്ങൾ സ്റ്റേ ചെയ്യണത്. ഇന്നലെ രാത്രിയും ഇന്ന് കാലത്തും നല്ല മഴയായിരുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്ത് കിടക്കാൻ നല്ല സുഖമാണ്. ഇനി ഇറങ്ങാൻ നോക്കാം. അപ്പോൾ സൈക്കിളൊക്കെ കാരണം മുകളിൽ നിന്ന് എടുത്ത് നമുക്ക് പോവാം. ഈ കാണുന്ന ഇവിടുത്തെ ഫോറസ്റ്റ് ഒരു 200 to 500 years ഏജ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ സൈക്കിൾ ചവിട്ടി തുടങ്ങാം. ഞങ്ങൾ ഒഹക്കുവിനെ ടൗണിൻ്റെ പുറത്താണ് ഈ ട്രാക്ക്. അപ്പോൾ ജസ്റ്റ് അവിടം വരെ ചവിട്ടി പോണേ. ഭയങ്കര ദൂരമില്ല, നല്ല സീനറിയാണ്. ഫാം ലാൻഡും മൗണ്ടനും ഒക്കെ കാണാം. അപ്പോൾ അത് രസിച്ചു പോകാം. അപ്പോൾ ഇങ്ങനെ ട്രാക്ക് സ്റ്റാർട്ട് ചെയ്യണം. കുറച്ച് റഫും സ്റ്റീപ്പുമാണ്. പക്ഷേ ഒരു ഇത്തിരി ചവിട്ടി കഴിയുമ്പോൾ തന്നെ നല്ലൊരു ഹൈ പോയിൻ്റ് എത്തും. ഇവിടെ നിന്ന് നല്ല ദൂരെ വ്യൂ കാണാൻ പറ്റും. അപ്പോൾ ഒരു റിവാർഡാണ് ഒരു ഇത്തിരി ചവിട്ടി കഴിയുമ്പോൾ തന്നെ. ഈ കാണുന്ന എല്ലാം ഫാം ലാൻഡാണ്, അതുകൊണ്ടാണ് ഇവിടെ ഫോറസ്റ്റ് ഇല്ലാത്തത്. യൂഷ്വലി ഇവിടെ ഒന്നെങ്കിൽ ഷീപ്പ് അല്ലെങ്കിൽ പശു ആയിരിക്കും ഗ്രേസ് ചെയ്യണത്. ബാക്കിയുള്ളത് ഇങ്ങനത്തെ ഒരു മാൻ മെയ്ഡ് ട്രാക്കാണ്. നല്ല ഈസിയാണ് ചവിട്ടാൻ. ഇതൊരു ഡീകമ്മീഷൻ റെയിൽവേ ലൈനാണ്. ഇപ്പോൾ ഇതിനെ റിപ്ലേസ് ചെയ്ത് പുതിയ ലൈനുണ്ട്. അപ്പോൾ പഴയ ട്രാക്സ് മാറ്റി ഇത് ഒരു വാക്കിംഗ് ആൻഡ് സൈക്ലിംഗ് സ്പെസിഫിക് ട്രാക്കാണ്. ഇതാ പണ്ടത്തെ റെയിൽവേ ലൈനിൻ്റെ ഒരു ടണലായിരുന്നു. ഇതിൻ്റെ അകത്തുകൂടി നമുക്കിപ്പോൾ ചവിട്ടി മറ്റേ അറ്റം വരെ പോവാം. You got the light. ടണൽ നല്ല ഇരുട്ടാണ്. ഞാൻ ലൈറ്റ് കൊണ്ടുവരാൻ മറന്നുപോയി. അപ്പോൾ ഞാൻ സാമിൻ്റെ ലൈറ്റ് ഫോളോ ചെയ്യേണ്ടി വരും. എന്തായാലും വലിയ കുഴപ്പമില്ല, കാരണം ചെറിയ ഷോർട്ട് ടണലാണ്. ഈ അറ്റം ഇവർ അടച്ചു കളഞ്ഞ്, കാരണം അവർക്ക് ആളുകൾ മെയിൻ റെയിൽവേ ട്രാക്കിലോട്ട് നടക്കണ ഇഷ്ടമില്ല. ഈ ടണൽ 1908 തുറന്നതാണ്. എന്നിട്ട് 80 years ഓപ്പറേറ്റ് ചെയ്തത്. പഴയ റെയിൽ ലൈൻ റിപ്ലേസ് ചെയ്യാൻ കാരണം അത് ഭയങ്കര വൈൻഡിങ് ആയിരുന്നു. അപ്പോൾ പുതിയത് മച്ച് സ്ട്രൈറ്ററാണ്. What a monster. ഇപ്പോൾ നമ്മൾ മെയിൻ അട്രാക്ഷൻ എത്തണേണ്. ഇത് ഏർലി 1900s വേൾഡ്സ് ലോങ്കസ്റ്റ് കർവ്ഡ് റെയിൽവേ ബ്രിഡ്ജ് ആയിരുന്നു. ഇപ്പോൾ അവർ മോഡിഫൈ ചെയ്ത് നടക്കാനും സൈക്കിൾ ചവിട്ടാനും വേണ്ടി ആക്കി. പക്ഷെ എന്നാലും കുറച്ച് ഹിസ്റ്റോറിക് എലമെൻറ്റ്സ് അവർ ലീവ് ചെയ്ത്. ഈ റെയിൽവേ സ്ലീപ്പേഴ്സ് കാണുന്നത് പഴയത് തന്നെയാണ്. അതുമായി കൂടി നമുക്ക് സൈക്കിൾ ചവിട്ടാം. അതിൻ്റെ ഇടയിൽ നല്ല ഗ്യാപ്സ് ഉണ്ട്, അപ്പോൾ താഴത്തോട്ട് കാണാം നമുക്ക്. Beautiful. Long way down. തിരിച്ചു പോണതിന് മുമ്പ് ഞങ്ങളൊരു ബ്രേക്ക് എടുത്ത് ഈ ബ്രിഡ്ജിന്മേൽ ഇരുന്ന് നല്ല ഭംഗിയായതുകൊണ്ട് കുറച്ച് സ്നാക്സും സ്വീറ്റ്സൊക്കെ കഴിച്ച്. ഇതാണ് ഞാൻ ഇന്ന് യൂസ് ചെയ്യണ സൈക്കിള്. മെറിൻ നിക്കാസിയോ എന്ന് പറഞ്ഞ മോഡലാണ്. ഒരു ഗ്രാവൽ ബൈക്കാണ്. അപ്പോൾ കുറച്ചും കൂടി ലോങ്ങർ റൈഡ്സ് എന്ന് ചെയ്യണ പോലത്തെ തന്നെ പെർഫെക്റ്റാണ്. ഇതാണ് പുതിയ ബ്രിഡ്ജ്. പഴയതിൻ്റെ അത്രയും ഭംഗിയില്ലായിരുന്നു. ഞാനും സാമും ഇങ്ങനത്തെ കുറേ സൈക്കിൾ ട്രിപ്പിന് പോകാറുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇങ്ങനത്തെ കൂടുതൽ കോണ്ടന്റ് കാണണമെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഇനി അടുത്ത പ്രാവശ്യം കാണാം.